ഭ്രമയുഗം ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. സോ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ മമ്മൂക്ക ഇതിനെപ്പറ്റി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. കാണാൻ വരുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത്. സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം. എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. റീസെൻ്റായിട്ട് ഇറങ്ങുന്ന മമ്മൂക്കയുടെ സിനിമകൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഹൈപ്പ് കുറച്ച് കൊണ്ടുവന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് ആ സിനിമയെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുക. എന്നുവെച്ചാൽ ഹൈപ്പ് വളരെ കുറച്ചായിരിക്കും വരുന്നത്, എന്നിട്ട് ആൾക്കാർക്കൊരു നല്ല സിനിമ ഡെലിവറി ചെയ്യുമ്പം ആൾക്കാർ ആഹാ അടിപൊളി പടം എന്ന് പറയിപ്പിക്കുക. അതാണ് പുള്ളി ഇപ്പം ഫോളോ ചെയ്തൊരു ടാക്ടിക്സും. ഈ ബ്രഹ്മയുഗത്തിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്നത് പ്രേക്ഷകർ മമ്മൂട്ടി ഒരു നെഗറ്റീവ് റോളിൽ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രേക്ഷകർ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു ഹൈപ്പാണ്, അല്ലാതെ അതിൻ്റെ ഒരു ടീം ഒരു ഹൈപ്പ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു മുൻവിധികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ, നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ, സംഭ്രമിപ്പിക്കുമോ, വിഭ്രമിപ്പിക്കുമോ, സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെപ്പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും. അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സോടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക. ഈ സിനിമയുടെ ഡയറക്ടർ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന പുള്ളിയാണ്. പുള്ളിയുടെ മുന്നിലത്തെ ചിത്രങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഭൂതകാലം എന്ന് പറയുന്ന ഒരു ഹൊറർ മൂവി അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഒരു ഹൊറർ എലമെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞ ഒരു മൂവിയാണ്. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ പുള്ളി ചെയ്ത ചിത്രം റെഡ് റെയിൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അത് അത്യാവശ്യം പൊട്ടിപ്പോയതാണ്. പക്ഷേ പിൽക്കാലത്ത് കുറേ ട്രോൾ പേജുകളിൽ അല്ലാതെ കുറേ മീം പേജുകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഇത് നല്ലൊരു പടമാണ്. സോ ആ കാലത്ത് ഇറങ്ങിയതിൻ്റെ പേരിലാണ് അത് അത്രയും ശ്രദ്ധ നേടാതെ പോയത്. ഞാനത് കണ്ടിട്ടില്ല. സോ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഡയറക്ടറിൻ്റെയും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെയും കയ്യിലാണ് ആ ഒരു സിനിമ ഇരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇറങ്ങുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ 2024 ഇറങ്ങി വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവരെടുക്കുന്ന വലിയൊരു റിസ്ക്കാണ് അതിനകത്ത്. ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ 2024 ഇറക്കാൻ കാണിച്ച ആ ഒരു പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും അതിനകത്ത് അഭിനയിക്കാൻ കാണിച്ച മമ്മൂട്ടിയുടെയും ആ ഒരു ഗട്ട്സിന് വലിയൊരു വലിയ സല്യൂട്ട്. പൈസ വെച്ചുള്ള കളിയാണ്. ഒന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ തീർന്ന് ആ സിനിമ ഇല്ല. പിന്നെ അന്നേരം മ്യൂസിക്കിനകത്തും ഡയറക്ഷനകത്തും അഭിനയത്തിനകത്തും മാത്രമാണ് ഇവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ആളുകൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെ എടുക്കും എന്നറിയില്ലായിരിക്കും മമ്മൂട്ടിക്ക്. സോ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഹൈപ്പോ അല്ലെങ്കിൽ മുൻവിധികളോ ഒന്നുമില്ലാതെ നിങ്ങളൊരു ശുദ്ധമായ മനസ്സോടുകൂടി വന്ന് കാണാൻ പറയുന്നത്. ഇതൊരു എക്സ്പീരിമെൻ്റൽ സാധനമാണ് കേട്ടോ. ഇത് സാധനം പക്ക ഒരു എക്സ്പീരിമെൻ്റൽ സാധനമാണ്. കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു വക്കത്തിരിക്കുന്ന സാധനമാണ്. ഇത് ഭയപ്പെടുത്തുമെന്നോ ഭീതിപ്പെടുത്തുമെന്നോ ആകുലപ്പെടുത്തുമോ വ്യാകുലപ്പെടുത്തുമെന്നോ ഞാൻ പറയുന്നില്ല. ഇത് ഒരു പുതിയ തലമുറയുടെ മലയാള സിനിമയിലത്തെ ഒരു ആദ്യാനുഭവമായിരിക്കും. അതാണ് പുതിയ തലമുറയുടെ മലയാള സിനിമയിലെ ആദ്യാനുഭവം. ഞാൻ ഇതുവരെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ റീസെൻ്റായിട്ട് കണ്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അവഞ്ചേഴ്സിലെ വക്കാണ്ടയുടെ ഒരു വെബ് സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് കുറേ കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ അതിനകത്ത് റെഡ് എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമാണ് അവർ കളർ ചെയ്ത് കാണിച്ചത്. അത് അത്യാവശ്യം നല്ലൊരു വെബ് സീരീസ് ആയിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതിൻ്റെ പേരിൽ എനിക്കത് കാണാനൊരു മടി എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സാധനം കുറേ കാലം ഇങ്ങനെ വെച്ച് കാണണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ മൈൻഡോട് കൂടിയാണ് ഇത് കണ്ടത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി കണ്ട് ഞെട്ടിയത് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു 5 ചെറിയ ഷോർട്ട് ഫിലിം ചേർന്നിട്ടാണ് ഈ ഒരു മൂവി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും അവസാനം ഇറങ്ങിയ ഷോർട്ട് ഫിലിമിൻ്റെ പേര്
പ്രാത്തൂമു, പ്രമുഖന് തൂറാൻ മുട്ടിയപ്പോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ആ സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് ഇല്ല കക്കൂസ് കോരാൻ നടക്കുന്ന തോട്ടികളുടെയൊക്കെ ഒരു സ്റ്റോറിയാണ്. സോ അത് തീട്ടമൊക്കെ കാണിക്കേണ്ട ഒരു സംഭവമുണ്ട്. അന്നേരം മേ ബി അതുകൊണ്ടാണ് അവർ ആ ഒരു സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് അതിനകത്തും ബ്ലഡ് മാത്രമാണ് റെഡ് കളറിൽ അവർ കൊടുത്തിരിക്കുന്നത്. സോ അത് നല്ല കിടിലം സാധനമാണ്. ആ ഒരു ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന വോൾ മൂവിയിൽ ഏറ്റവും കിടിലം ഈ ഒരു പ്രാത്തൂമു എന്ന് പറയുന്ന ഫിലിമാണ്. ആ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടിരുന്നു പോയ സാധനമാണ്. അതിനുശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പിന്നെ ഞാൻ കാണാൻ പോകുന്നത് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്കാൻ്റെ മൂവിയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു സിനിമ ഇരിക്കുന്നത്, ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് മമ്മൂക്ക, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരുടെയൊക്കെ കയ്യിലാണ് ഈ ഒരു സാധനം ഇരിക്കുന്നത്. ഈ പറഞ്ഞ ആക്ടേഴ്സ് എല്ലാം നല്ല കിടിലമായിട്ട് അഭിനയിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മമ്മൂക്ക തകർത്ത് തൂത്തു വാരുമെന്ന് നമുക്ക് കിടിലമായിട്ട് അറിയാം. ഈ ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് അത് തന്നെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ തിയേറ്ററിൽ ആൾ കയറുമോ എന്നുള്ള ഒരു കാര്യത്തിൽ ചെറിയൊരു സംശയമാണ്. ഒന്നാമത് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. ഫാമിലിയായിട്ട് കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് കാണാൻ വരുന്ന ആളുകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ പ്രിഫർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു മൂവി ആണെങ്കിലും കളക്ഷൻ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് എന്തായാലും ഫെബ്രുവരി 16 റിലീസാവുന്നത്. ഫെബ്രുവരി 16 സാധനം ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ എന്തായാലും പോയി കാണും. അപ്പം നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അതിനകത്ത് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് അറിയാമല്ലോ. തുടക്കം തന്നെ ഇത് മ്യൂസിക് കൊണ്ട് നമ്മളെ പേടിപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി ആ ഒരു ബ്ലാക്ക് ടെക്സ്ചറും അങ്ങനെ സൈലൻ്റായിട്ട് പിൻ ഡ്രോപ്പ് സൈലൻ്റ് ഇരുന്ന് കാണേണ്ട സാധനമാണിത്. തിയേറ്ററിൽ ഫാനൊന്നും ഉള്ള തിയേറ്ററിൽ പോയിരുന്ന് കാണില്ല, AC ഉള്ള തിയേറ്ററിൽ പോയിരുന്ന് കാണണം. കാരണം ഫാനുള്ള തിയേറ്ററിൽ പോയിരുന്ന് കണ്ടതിൽ ഫാനിൻ്റെ സൗണ്ട് വന്നിട്ട് ഇതിൻ്റെ ഒരു മൂഡ് സ്പോയിലാകാൻ ചാൻസ് ഉണ്ട്. കാലം എന്തൊരരസികനാ. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരുനീക്കണം. ഇത് വല്ലാത്തൊരു മൂഡിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ. സീരിയസ്ലി ഇത് കണ്ടപ്പോൾ എൻ്റെ തലയൊക്കെ ഇങ്ങനെ പെരുത്തു വരുന്നു. അയ്യോ, തിയേറ്ററിൽ പോയിരുന്ന് കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും. സീരിയസ്ലി നമുക്ക് പറഞ്ഞ പോലെ തന്നെ യുവതലമുറയ്ക്ക് ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ചിലപ്പോൾ ഇതിനകത്ത് കിട്ടും. കണ്ടുപോക്കാം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗ്യമൂല്യ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആൾ ജയിക്കും. പറഞ്ഞ ഡയലോഗ് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതെന്താണ് അങ്ങനെ പറയുന്നത്? ഭാഗ്യമൂല്യ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. ഒക്കെ ഭാഗ്യമൂല്യ. ആ ഒരു പർട്ടിക്കുലർ ഡയലോഗ് ഇങ്ങനെ റിപ്പീറ്റ് എനിക്ക് ഇതെന്തായാലും ടൈം ലൂപ്പ് അങ്ങനെ വല്ലതാണോ? നമ്മൾ ട്രയാങ്കിൾ ഇംഗ്ലീഷ് സിനിമ കണ്ട പോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഒരു സാധനം വല്ലതാണോ ഇത്? വിധി പണയം വെച്ച് കളിക്കുക, എന്താണ് ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ.
ഓക്കെ, ബാക്കി കണ്ടോക്കാം. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. എന്തുവാണ് അത് ലാസ്റ്റ്? അയ്യോ, ലാസ്റ്റത്തെ ചിരിയാണ് മമ്മൂക്കാട്. അങ്ങനത്തെ ഒരു ചിരി ഇതുവരെ കണ്ടിട്ടില്ല. ഒന്നുകൂടെ കണ്ടു നോക്കട്ടെ. ഒരു അപഭ്രംശം. അയ്യോ എൻ്റെ പൊന്നോ, സീരിയസ്ലി മമ്മൂക്കാടെ ഇത്രയും നാൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് അങ്ങനത്തെ ഒരു ചിരി. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നടി ഇതൊക്കെ? ഡബിൾസ് ആൾട്ടർനേറ്റീവ്. അയ്യോ, എൻ്റെ കാലൊക്കെ വിറച്ച് വന്നടി. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തവൻ, പിന്നെ സൗണ്ട് മിക്സിങ്, ഇതിൻ്റെ BGM, എൻ്റെ മോനെ. ഇതിൻ്റെ എല്ലാ മ്യൂസിക് കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു 18 മിനിറ്റ് ലോങ് വീഡിയോ ആയിട്ടാണ് ഇവന്മാർ മ്യൂസിക് ഇറക്കിയത്. ആ 18 മിനിറ്റ് ഏറ്റവും അവസാനം ഒരു മ്യൂസിക് കൊടുത്തായിരുന്നു. എൻ്റെ പൊന്നോ, അതിൻ്റെ മ്യൂസിക് ഉണ്ടല്ലോ, അയ്യോ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേൾക്കണം, എന്നാ ഫീലാണെന്നറിയോ. ഫീലെന്ന് പറഞ്ഞാൽ അങ്ങേറ്റ ഫീൽ. നമ്മളൊരു മെഡിറ്റേറ്റഡ് സ്റ്റേറ്റിലോട്ടൊക്കെ പോകും. സോ ആ ഒരു മ്യൂസിക് ഭയങ്കരമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇത് എല്ലാവർക്കും ഒന്നും ക്ലിക്കാവണമെന്നും തോന്നുന്നില്ല. പക്ഷേ ഇത് ക്ലിക്കായി കഴിഞ്ഞാൽ ആ ക്ലിക്കാവുന്നവൻ്റെ അവൻ വേറൊരു മൂഡിൽ, ട്രാൻസ് മൂഡിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അർജുൻ അശോകൻ കിഡിലുമായിട്ട് ഈ ട്രെയിലറിനകത്ത് തന്നെ, എൻ്റെ പൊന്നോ, അങ്ങേരി എനിക്ക് മമ്മൂട്ടിയേക്കാളും സ്കോർ ചെയ്തേക്കുന്ന അർജുൻ അശോകനാണെന്ന് തോന്നുന്നു കേട്ടോ. അറിയില്ല, നമുക്ക് എന്തായാലും ഇത് കട്ട വെയിറ്റിംഗ് സാധനമാണ്. ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഷോ ഉറപ്പിച്ച് സീരിയസ്ലി എക്സൈറ്റഡ് ആണ്. മമ്മൂക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒന്നും പ്രതീക്ഷിക്കാതെ ശൂന്യമായ മനസ്സോട് കൂടി പോകണം എന്ന് പറഞ്ഞാലും ഈ ട്രെയിലർ ഇങ്ങനത്തെയൊക്കെ സാധനം കണ്ടു കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് പോകും, ഓട്ടോമാറ്റിക്കലി പ്രതീക്ഷിച്ച് പോകും. അതിനകത്ത് നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം മമ്മൂട്ടിയുടെയൊക്കെ എന്തുവാണ് ഇത്? ആ ലാസ്റ്റ് ചിരി തന്നെ മതി ഈ സിനിമ കാണാൻ കയറാൻ വേണ്ടിയിട്ട്. ആ ചിരി തന്നെ മതി, ആ ഒരൊറ്റ സാധനം തന്നെ മതി, വേറെ ഒന്നും വേണ്ട. സോ അന്നേരം നമ്മൾ പ്രതീക്ഷിച്ച് പോവും, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് പോവും. ഒന്നും പ്രതീക്ഷിക്കാതെ പോകരുതെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുതെന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും തിയേറ്ററിൽ പോകുന്നത്. ഉറപ്പാണ്, ആ കാര്യം ഷുവറാണ്. സോ എന്തായാലും ഇത് നമ്മൾ പൊളിക്കും. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.